സെപ്റ്റംബർ മാസം 11-ാം തീയതി ക്രിസ്തുവർഷം 2024 പാലാരിവട്ടം ബൈബിൾ ചർച്ച് മലയാളം കൂട്ടായ്മയിൽ നിന്ന് ജീവനും ചൈതന്യവുമുള്ള ദൈവവചനവുമായി ദൈവകൃപയാൽ ഒരിക്കൽ കൂടി വിൻസെൻ്റ് തോമസ്. ഏവർക്കും ക്രിസ്തുയേശുവിൽ കൃപയും സമാധാനവും നേർന്നുകൊള്ളുന്നു. ഇന്നത്തെ ദൈവവചന വായനയ്ക്കായിട്ട് നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്ന ഭാഗം യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായം അതിൻ്റെ 9 മുതൽ 15 വരെയുള്ള വാക്യങ്ങളാണ്. യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായം 9 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ. നിക്കോദെമോസ് അവനോട്, ഇത് എങ്ങനെ സംഭവിക്കും എന്ന് ചോദിച്ചു. യേശു അവനോട് ഉത്തരം പറഞ്ഞു, നീ ഇസ്രായേലിൻ്റെ ഉപദേഷ്ടാവായിട്ടും ഇത് അറിയുന്നില്ലയോ? അമ്മേൻ അമ്മേൻ ഞാൻ നിന്നോട് പറയുന്നു, ഞങ്ങൾ അറിയുന്നത് പ്രസ്താവിക്കുകയും കണ്ടത് സാക്ഷീകരിക്കുകയും ചെയ്യുന്നു. ഞങ്ങളുടെ സാക്ഷ്യം നിങ്ങൾ കൈക്കൊള്ളുന്നില്ല താനും. ഭൂമിയിലുള്ളത് നിങ്ങളോട് പറഞ്ഞിട്ട് നിങ്ങൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ സ്വർഗത്തിലുള്ളത് നിങ്ങളോട് പറഞ്ഞാൽ എങ്ങനെ വിശ്വസിക്കും? സ്വർഗത്തിൽ നിന്നിറങ്ങി വന്നവനായി സ്വർഗത്തിലിരിക്കുന്നവനായ മനുഷ്യപുത്രനല്ലാതെ ആരും സ്വർഗത്തിൽ കയറിയിട്ടില്ല. മോശെ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെയും ഉയർത്തേണ്ടതാകുന്നു. അവനിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് തന്നെ. നമുക്ക് ദൈവവചന പഠനത്തിൻ്റെ മുന്നോടിയായിട്ട് ദൈവത്തിൽ ആശ്രയിച്ച്, പരിശുദ്ധാത്മാവിൽ ആശ്രയിച്ച്, യേശുക്രിസ്തുവിൽ ആശ്രയിച്ച് നമുക്ക് പ്രാർത്ഥനയോടെ ഇന്നത്തെ ക്ലാസ് ആരംഭിക്കാം. സ്വർഗസ്ഥ പിതാവാം ദൈവമേ, പർവ്വതങ്ങളുണ്ടായതിനും അവിടുന്ന് ഭൂമിയെയും ഭൂമണ്ഡലത്തെയും നിർമ്മിക്കുന്നതിന് മുമ്പേ അവിടുന്ന് അനാദിയായും ശാശ്വതമായും ദൈവമാകുന്നു. അവിടുന്ന് സൃഷ്ടാവും പരിപാലകനും വീണ്ടെടുപ്പുകാരനുമാകയാൽ നന്ദിയും സ്തുതിയും പുകഴ്ചയും അർപ്പിക്കുന്നു. പാപത്താൽ മരണയോഗ്യരായവരെ പുത്രനിൽ വീണ്ടും ജനിപ്പിച്ച് നിത്യജീവൻ ദാനം ചെയ്യാൻ അവിടത്തേക്ക് മനസ്സായതിനായിട്ട് നന്ദി പറയുന്നു. ഇന്ന് ദൈവവചനം പഠിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആഗ്രഹം ഞങ്ങളിൽ നിറവേറാൻ സഹായിക്കണമേ എന്ന് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ആമേൻ. കഴിഞ്ഞ ചില ആഴ്ചകളായിട്ട് നാം പഠിച്ചു വരുന്ന വിഷയം ആത്മീയ ജീവൻ. ജഡിക ജീവനുണ്ട്, ആത്മീയ ജീവനുണ്ട്. നമ്മൾ ആത്മീയ ജീവിതത്തെക്കുറിച്ചാണ് നാം പഠിച്ചു വരുന്നത്. ഈ ആത്മീയ ജീവൻ എന്ന ആ ആശയം, ആ യാഥാർത്ഥ്യം, ആ സത്യം പല വാക്കുകളിലാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. വീണ്ടും ജനനം, മുകളിൽ നിന്നുള്ള ജനനം എന്നെല്ലാമുള്ള വാക്കുകളിലൂടെയാണ് ദൈവത്തിൻ്റെ വെളിപ്പാടിൽ തിരുവചനത്തിൽ ഇതിനെക്കുറിച്ച് നമ്മളോട് പറയുന്നത്. അതുകൊണ്ട് ഇത് സ്വാഭാവികമായിട്ടുള്ളൊരു ജനനമല്ല, ഒരു ആത്മീയമായ ഒരു ജനനമുണ്ട്. അത് പാപത്താൽ വന്ന പ്രശ്നമാണ്. നമുക്ക് നിത്യജീവൻ നഷ്ടപ്പെട്ടു പോയി. അതുകൊണ്ട് അത് വീണ്ടും തിരിച്ചു തരുവാനായിട്ട് ദൈവം തൻ്റെ പുത്രനിൽ വീണ്ടും ജനിക്കണം എന്ന ഒരു പ്രഖ്യാപനം നടത്തുകയാണ്. അത് നമ്മുടെ കർത്താവ് തന്നെ ഇതിൻ്റെ പരസ്യ ശുശ്രൂഷ കാലത്ത് നിക്കോദിമോസ് എന്ന് പറഞ്ഞൊരു പണ്ഡിതനുമായിട്ട് സംസാരത്തിലാണ് നമുക്കിത് കൂടുതലായിട്ട് വെളിപ്പെടുത്തി തന്നിരിക്കുന്നത്. എന്നാൽ പഴയ നിയമത്തിലും പുതിയ ലേഖനങ്ങളിലും എല്ലാം തന്നെ ഇതിനെക്കുറിച്ച് ധാരാളമായിട്ട് നമുക്ക് വെളിപാടുകളായിട്ട് ദൈവം തൻ്റെ തിരുവചനം നമുക്ക് നൽകിയിട്ടുണ്ട്. പല കാര്യങ്ങൾ ഒത്തുചേരുമ്പോഴാണ് വസ്തുതകൾ തെളിവാകുന്നത്. ഒരു വസ്തുതയ്ക്ക്, ഒരു സത്യത്തിന് പല മാനദണ്ഡങ്ങളുണ്ട്. അവയെല്ലാം കൂടിച്ചേരുമ്പോൾ മാത്രമാണ് ഒരു സത്യത്തിൻ്റെ വ്യാപ്തിയും അതിൻ്റെ നിശ്ചലതയും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുപോലെ തന്നെ വീണ്ടും ജനനം എന്ന ഈ വസ്തുത, ഈ വീണ്ടും ജനനത്തിലൂടെ നമുക്ക് നിത്യജീവൻ ലഭിക്കുന്നു എന്നുള്ളത്, അത് പല വിധമായ കാര്യങ്ങൾ ഒത്തുചേരുമ്പോഴാണ് ഈ വസ്തുക്കൾ നമുക്ക് തെളിവായിട്ട് വെളിപ്പെടുന്നത്.
വസ്തുത അല്ലെങ്കിൽ സത്യം ഒരു പരമപ്രധാനമർഹിക്കുന്ന ഒരു വിഷയമാണ്. സത്യം എന്ത് എന്നുള്ള ആ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം അത് പരമപ്രധാനമർഹിക്കുന്ന ഒരു വിഷയമാണ്. പ്രത്യേകിച്ച് തിരുവചനത്തിൽ ചില വാക്യങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ, ദൈവവചനത്തിൽ നിന്ന് ചില വാക്യങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ ഇതിൻ്റെ നിസ്തുല്യത, സത്യത്തിൻ്റെ നിസ്തുല്യത, അതിൻ്റെ പ്രാധാന്യം നമുക്ക് മനസ്സിലാകും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. റോമാലേഖനം 3-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യത്തിൽ എല്ലാ മനുഷ്യരും വ്യാജം പറയുന്നവരായാലും ദൈവം സത്യവാനാണ്. റോമാലേഖനം 3-ാം അധ്യായം നമ്മൾ പരിശോധിച്ചാൽ അതെല്ലാം അവിടുത്തെ വിഷയം ദൈവം കൊടുത്ത ദൈവവചനത്തിന് അതിൻ്റെ സൂക്ഷിപ്പക്കാരായിരുന്ന ഇസ്രായേൽ ജനം അവർ അത് അനുസരിക്കാതെ വന്നുവെങ്കിൽ ചിലരുടെ അനുസരണക്കേട് നിമിത്തം ദൈവത്തിൻ്റെ വിശ്വസ്തയ്ക്ക് മാറ്റം വരുമോ എന്നുള്ളതാണ് ചോദ്യം. അത് ഒരിക്കലുമില്ല എന്നുള്ള ഒരു ഉത്തരം തന്നെയാണ് റോമാലേഖനം 1-ാം അധ്യായത്തിൽ നമുക്ക് ലഭിക്കുന്നത്. അവിടെ നമ്മൾ വായിക്കുമ്പോൾ ഇങ്ങനെയാണ് അത് പരിഭാഷപ്പെടുത്തിയിരിക്കുന്നത്. അതിൻ്റെ റോമാലേഖനം 3-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യത്തിൽ ചിലർ വിശ്വസിച്ചില്ല എങ്കിൽ അവരുടെ അവിശ്വാസത്താൽ ദൈവത്തിൻ്റെ വിശ്വസ്തതയ്ക്ക് നീക്കം വരുമോ? ഒരു നാളുമില്ല. 4-ാം വാക്യം, നിൻ്റെ വാക്കുകളിൽ നീ നീതീകരിക്കപ്പെടുവാനും നിൻ്റെ ന്യായവിസ്താരത്തിൽ ജയിപ്പാനും എന്ന് എഴുതിയിരിക്കുന്നത് പോലെ. എന്നിട്ട് പറയുകയാണ് പൗലോസ് അപ്പോസ്തലൻ, ഇത് വെളിപ്പാടാണ്, ദൈവിക വെളിപ്പാടാണ്. ദൈവം സത്യവാൻ, സകല മനുഷ്യരും ബോഷ്ക് പറയുന്നവർ എന്ന് വരൂ. ബൈബിൾ ചർച്ച് ആകുന്ന ഈ പലാരിവട്ടം ബൈബിൾ ചർച്ച് അതിൽ വളരെ ശക്തമായി വിശ്വസിക്കുന്നു എന്ന് പറയാൻ മടിക്കുന്നില്ല. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ അത് നുണയാകാം, വ്യാജമാകാം, കള്ളമാകാം. എന്നാൽ ദൈവവും ദൈവവചനവും അത് ഒരിക്കലും അസത്യമാകുന്നില്ല. അത് സത്യവാനാണ്. ദൈവം സത്യവാനായതുകൊണ്ട് അവൻ്റെ വചനവും സത്യം ആണ് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ ബൈബിൾ ചർച്ച് ബൈബിൾ പഠിപ്പിക്കുന്നത്. ബൈബിളിലെ ഓരോ വാക്യങ്ങളെടുത്ത് ഇതിങ്ങനെയാണ് എന്ന് പരിമിതിക്കുള്ളിൽ ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നത്. അതുപോലെ തന്നെ യോഹന്നാൻ്റെ സുവിശേഷം 17-ാം അധ്യായത്തിൽ നമ്മുടെ കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് പറയുന്ന കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് മാത്രമായിട്ട് തൻ്റെ മരണത്തിന് മുമ്പായി സംസാരിക്കുന്ന കാര്യങ്ങളാണ് യോഹന്നാൻ്റെ സുവിശേഷം 13 മുതൽ 17 വരെയുള്ള അധ്യായങ്ങൾ. അതിൽ 17-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യത്തിൽ നമ്മൾ പറയുന്ന ഈ സത്യത്തോടുള്ള ബന്ധത്തിൽ അത് പ്രസക്തമായ ഒരു ദൈവവചനമാണ്. യോഹന്നാൻ്റെ സുവിശേഷം 17-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യത്തിൽ കർത്താവായ യേശു ക്രിസ്തു തൻ്റെ പിതാവിനോട് സഭയ്ക്ക് വേണ്ടി ഈ ശിഷ്യന്മാരും, എന്നാലും ആ ശിഷ്യന്മാരാണല്ലോ പുനരുദ്ധാനത്തിന് ശേഷം അവരെ അപ്പസ്തോലന്മാരായിട്ട് നിയമിക്കുന്നത്. അവരെക്കുറിച്ചും അവരുടെ സുവിശേഷം കേട്ട് വിശ്വസിക്കുന്ന നമ്മളെപ്പോലുള്ളവർക്ക് വേണ്ടി കർത്താവ് പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥനയിൽ ഒരു ഭാഗമാണ് ഞാനിവിടെ വായിക്കാൻ ആഗ്രഹിക്കുന്നത്. കർത്താവ് പറയുകയാണ്, പിതാവേ അവരെ എന്ന് പറഞ്ഞാൽ ഈ അപ്പസ്തോലന്മാരും അവർ വഴി വിശ്വസിക്കാമോ സഭയ്ക്ക് വേണ്ടിയൊരു പ്രാർത്ഥനയാണത്. അവരെ അങ്ങ് സത്യത്താൽ വിശുദ്ധീകരിക്കണമേ. എന്നിട്ട് പറയുകയാണ്, അവിടുത്തെ വചനമാണ് സത്യം. അതുകൊണ്ട് സത്യം എന്താണ്, സത്യം എവിടെ നിലനിൽക്കുന്നു എന്നുള്ള കാര്യങ്ങൾ നാം മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് ഈ വീണ്ടും ജനനത്തെക്കുറിച്ച് പഠിക്കാനും അത് നമ്മളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും ദൈവത്തിനും നമുക്കും സാധിക്കുകയുള്ളൂ. 2 തിമോത്തിയോസ് 2-ാം അധ്യായത്തിൻ്റെ 25-ഉം 26-ഉം വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ഈ സത്യത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ കൂടി നമുക്ക് മനസ്സിലാക്കാം. സത്യമെന്ന ആ ആശയത്തെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ നമ്മുടെ വിഷയം അതല്ല, വീണ്ടും ജനനമാണ് നമ്മളുടെ വിഷയം. 2-ാം അധ്യായത്തിൻ്റെ 2 തിമോത്തി 2-ാം അധ്യായത്തിൻ്റെ 25-ഉം 26-ഉം വാക്യങ്ങൾ. ഇവിടെ ഈ 2 തിമോത്തിയോസ് 2-ാം അധ്യായത്തിൻ്റെ
25ഉം 26ഉം വാക്യങ്ങളുടെ പശ്ചാത്തലം പൗലോസ് തിമോത്തിയോസിന് അവൻ്റെ ശുശ്രൂഷയെ സംബന്ധിച്ച് ഉള്ള ചില ഉപദേശങ്ങൾ കൊടുക്കുന്ന ഒരു ലേഖനമാണ്. കർത്താവിൻ്റെ ദാസൻ്റെ സൗമ്യതയോടെ പഠിപ്പിക്കണം എന്നുള്ളതാണ്. അവനെങ്ങനെ പഠിപ്പിക്കണം, അവനതിനുള്ള കഴിവുള്ളവനായിരിക്കണം, ഏബിൾ ടു ടീച്ച്. അതുപോലെ അവന് സൗമ്യതയുള്ളവനായിരിക്കണം എന്നൊക്കെയുള്ള കാര്യങ്ങളെ പറഞ്ഞ് അവനെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ ബോധ്യപ്പെടുത്തുകയും തിമോത്തിയോസിനെ ബോധ്യപ്പെടുത്തുകയും അത് തിരുവചനത്തിൽ രേഖപ്പെടുത്തി സൂക്ഷിച്ച് നമുക്ക് നൽകിയിരിക്കുകയാണ്. ഇതാണ് അതിൻ്റെ പശ്ചാത്തലം. ഈ 2 തിമോത്തിയോസ് 2-ാം അധ്യായത്തിൻ്റെ 25ഉം 26ഉം വാക്യങ്ങളിൽ ദൈവത്തിൻ്റെ പരിജ്ഞാനത്തിനായി മാനസാന്തരം നൽകുമോ. അപ്പോൾ ഇതുകൊണ്ട് മാനസാന്തരത്തിൻ്റെ വിഷയമാണ്. ഇതിൽ ദൈവത്തിൻ്റെ പ്രവർത്തനമുണ്ട് എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. അത് തിമോത്തിയോസായാലും പൗലോസായാലും ഇത് ദൈവത്തിൻ്റെ പ്രവർത്തനം കൂടാതെ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം കൂടാതെ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കാൽവരി മരണവും പുനരുദ്ധാനവും അതിനോട് ബന്ധപ്പെട്ട ഫലങ്ങളും കൂടാതെ ഈ മാനസാന്തരത്തിലേക്ക് വന്ന് നമുക്ക് ഈ സത്യത്തിലേക്ക് പരിജ്ഞാനത്തിലേക്ക് എത്തുവാൻ ഈ ദൈവത്തിൻ്റെ ഈ പ്രവർത്തനമില്ലാതെ സാധിക്കുകയില്ല എന്ന് ഈ വാക്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതിൻ്റെ 25ഉം 26ഉം വാക്യങ്ങൾ വായിക്കാൻ ആഗ്രഹിക്കാൻ, വിരോധികൾക്കും ദൈവം സത്യത്തിൻ്റെ പരിജ്ഞാനത്തിനായി മാനസം നൽകുമോ എന്നും പിശാചിനാൽ പിടിപ്പെട്ട് കുടുങ്ങിയവരാകിയാൽ അവർ സുബോധം പ്രാപിച്ച് അവൻ്റെ കെണിയിൽ നിന്ന് ഒഴിഞ്ഞ് ദൈവേഷ്ടം ചെയ്യുമോ എന്നും വെച്ച് അവരെ, തിമോത്തിയോസ് അവരെ എന്ന് പറയുമ്പോൾ അവിടെ ഉള്ള ഈ പ്രശ്നങ്ങളുടെ മധ്യത്തിൽ ആ പ്രശ്നങ്ങളുണ്ടാക്കിയവരും വിശ്വാസത്യാഗം നടത്തിയവരെ സംബന്ധിച്ച് പറയാം. അവരെ എന്ത് ചെയ്യണം? സൗമ്യതയോടെ പഠിപ്പിക്കേണ്ടതുമാകുന്നു. ഈ 2 കൊരിന്ത്യ ലേഖനവും 1 കൊരിന്ത്യ ലേഖനവും ഒക്കെ നമ്മൾ വായിക്കുമ്പോൾ ഇത് പാസ്റ്ററൽ എപ്പിസൽസ് എന്നാണ് പറയുക. അതൊരു പാസ്റ്റർ, ഒരു ഇടയൻ എങ്ങനെയായിരിക്കണം അവൻ്റെ സ്വഭാവങ്ങൾ, അവൻ്റെ പഠിപ്പിക്കൽ എങ്ങനെയായിരിക്കണം എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് ശക്തമായ ഉപദേശങ്ങൾ നൽകുന്ന ലേഖനങ്ങളാണ്. അല്ലാതെ മറ്റുള്ള വേദഭാഗങ്ങളിൽ നമുക്ക് ഇടയന്മാരുടെയും ഉപദേഷ്ടകന്മാരുടെയും സുവിശേഷകന്മാരുടെയും അതുപോലെ തന്നെ മൂപ്പന്മാരുടെയും എല്ലാം ഉത്തരവാദിത്തങ്ങളും അവരുടെ യോഗ്യതകളെ സംബന്ധിച്ചും ശക്തമായ ഉപദേശങ്ങളുണ്ട്. ഇവിടെ പറയുകയാണ് മാനസാന്തരം, പരിജ്ഞാനം, ദൈവം മാനസാന്തരം നൽകുമോ? പരിജ്ഞാനത്തിനായി. എന്തിൻ്റെ പരിജ്ഞാനത്തിനായി? സത്യത്തിൻ്റെ പരിജ്ഞാനത്തിനായി. മാനസാന്തരം തരുമോ എന്ന് തിമോത്തിയോസിന് അറിയത്തില്ല. ഞാൻ വളരെ വർഷങ്ങളായിട്ട് ഇത് പ്രസംഗിക്കുന്ന ആളാണ്. ഇത് ആരിൽ എങ്ങനെയാണ് ദൈവം പ്രവർത്തിക്കുന്നുള്ള ദൈവത്തിന് മാത്രം അറിയാവുന്ന കാര്യങ്ങളാണ്. എനിക്കറിയത്തില്ല. എങ്കിലും എന്നോട് പറഞ്ഞിരിക്കുന്ന തിരുവചനത്തിൻ്റെ അടിസ്ഥാനം നമ്മുടെ ശുശ്രൂഷകൾ ചെയ്യുന്നതേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഈ ശുശ്രൂഷയിലൂടെ ആരൊക്കെയാണ് മാനസാന്തരപ്പെടാൻ പോകുന്നത്, സത്യത്തിൻ്റെ പരിജ്ഞാനം ലഭിക്കാൻ പോകുന്ന ആർക്കെന്ന ദൈവത്തിൻ്റെ വളരെ ശക്തമായ ഉപദേശമാണത്. അതൊരു മാനസാന്തരത്തിലൂടെയാണ് നടക്കുന്നത്. ഇത് ജന്മനാലല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ കൊള്ളാമായിരുന്നു. ഒരു വ്യക്തിയും ജന്മനാൽ ഒന്നുമാകുന്നില്ല. അവരൊരു മനുഷ്യനും ഒരു മാതാവിൻ്റെ മകനായിട്ട് ജനിക്കുക മാത്രം, മകനോ മകളായിട്ട് ജനിക്കുക മാത്രമാണ് ചെയ്യുന്നത്. ജന്മനാൽ അവർ ആദാമിൻ്റെ മക്കളാണ്, പാപികളാണ്, ദൈവക്രോധമുള്ളവരാണ്. എന്നാൽ നമ്മുടെ ക്രിസ്തീയ സാഹചര്യങ്ങളിൽ ദൈവത്തെ അറിയാനും ക്രിസ്തുവിനെക്കുറിച്ച് അറിയാനും ഒരു കാൽവരി മരണത്തെക്കുറിച്ച് അറിയാനും എല്ലാം ഒരുപാട് സാധ്യതകളുണ്ട്. എന്നാൽ പല നാമധേയ സഭകളും ഇതിനെല്ലാം മറച്ചു വെച്ച് സത്യത്തെ തടുക്കുന്ന ജോലിയാണ് അവർ ചെയ്യുന്നത്. അപ്പം അങ്ങനെ ഈ വേദഭാഗത്തിലൂടെയും നമുക്ക് സത്യം പരമപ്രധാനമായിട്ടുള്ള ഒരു വസ്തുതയാണ് എന്ന് നമുക്കറിയാം. നമ്മൾ പറഞ്ഞു വരുന്നത് പല കാര്യങ്ങൾ ഒത്തുചേരുമ്പോഴാണ് വസ്തുക്കൾ തെളിവാകുന്നത്. ഒന്നാമതായി സത്യം അതെവിടെ? സത്യം എന്താണ്? സത്യം എവിടെയാണ്? ദൈവവചനം സത്യമാണ്. ദൈവത്തെ ദൈവമാക്കുന്ന സവിശേഷതകളിൽ ഒരു സവിശേഷതയാണ്, ഒരു ഗുണമാണ് സത്യം എന്നുള്ളത്. ഗോഡ് ഈസ് ട്രൂത്ത്, ഗോഡ് ഈസ് ലവ്, ഗോഡ് ഈസ് റൈറ്റിയസ്, ഗോഡ് ഈസ് ജസ്റ്റ് എന്നൊക്കെ പറയുന്നത് പോലെ ദൈവത്തെ ദൈവമാക്കുന്ന അവൻ സർവാധികാരിയാണ്, സർവശക്തനാണ്,
അവൻ അനാദിയും ശാശ്വതമായും ദൈവമാണ്. ഈ പ്രപഞ്ചത്തിനെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് അവൻ അനാദിയായും ശാശ്വതമായും അവൻ ദൈവമാകും. ഈ ദൈവമാണ് സൃഷ്ടിച്ചത്. അതുകൊണ്ട് ഈ ദൈവം സത്യമാണ്, അവൻ ഒരിക്കലും നുണ പറയത്തില്ല, അവന് പറയാൻ പറ്റത്തില്ല എന്നുള്ളത് വളരെ ശക്തമായ ഒരു ഉപദേശമാണ്. അങ്ങനെ ദൈവത്തെ ദൈവമാകുന്ന സവിശേഷതകളിൽ ഒരു സവിശേഷതയാണ് സത്യം. യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യത്തിൽ യേശു പറഞ്ഞു, വഴിയും സത്യവും ജീവനും ഞാനാണ്. എന്നിലൂടെ അല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കിലേക്ക് വരുന്നില്ല. നിങ്ങളാരും അതിന് ശ്രമിക്കരുത് എന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. ക്രിസ്തുവിലൂടെ അല്ലാതെ പിതാവിൻ്റെ ഭവനത്തിലേക്ക് പോകാനോ സ്വർഗത്തിലേക്ക് പോകാനോ അവൻ്റെ വാസ്തലത്തിലേക്ക് പ്രവേശിക്കാനോ അവൻ്റെ കാര്യങ്ങളിലേക്ക് പ്രവേശിക്കാനോ ഒരു പ്ലാനിലേക്കും പദ്ധതിയിലേക്കും കടക്കാനോ ഒരു വ്യക്തിക്കും സാധ്യമല്ല. കർത്താവ് തന്നെ പറഞ്ഞ കാര്യമാണ്. ഞാൻ തന്നെ, യേശു പറഞ്ഞു, വഴിയും സത്യവും ഞാനും ജീവനും ഞാൻ ആണ്, എന്നിലൂടെ അല്ലാതെ ആരും പിതാവിലേക്ക് വരുന്നില്ല. അങ്ങനെ ദൈവം, ദൈവവചനം ഇവ രണ്ടും സത്യത്തിൻ്റെ സ്രോതസ്സുകളാണ്. അല്ലാതെ വേറെ സ്രോതസ് ഈ പ്രപഞ്ചത്തിൽ ദൈവം നൽകിയിട്ടില്ല. ഈ സകലത്തിൻ്റെ അനാദിയും ശാശ്വതമായ ദൈവം തൻ്റെ സൃഷ്ടിയിൽ അവൻ സത്യം വെളിപ്പെടുത്തി, സത്യം നമുക്ക് രേഖപ്പെടുത്തി തൻ്റെ ബൈബിളിൽ തന്നു. ഇത് രണ്ടും നമുക്ക് സത്യമായതിനാൽ നമുക്കത് വിശ്വാസയോഗ്യമാണ് എന്ന് ഞാൻ ഓർപ്പിക്കുകയാണ്. അതുകൊണ്ട് ദൈവവും ദൈവവചനവും ഇവ രണ്ടും സത്യത്തിൻ്റെ സ്രോതസ്സുകളാണ്. രണ്ടാമതായി, തിരുവെഴുത്തിൽ വിശ്വാസം ആവശ്യമാണ്. തിരുവെഴുത്ത് എന്ന് പറയുന്ന 66 പുസ്തകങ്ങൾ അടങ്ങിയ എബ്രായ ഭാഷയിലും അല്പമായി അരാമ്യ ഭാഷയിലും യവന ഭാഷയിലും എഴുതപ്പെട്ട ഈ 66 പുസ്തകങ്ങൾ ഇത് ദൈവവചനമാണ്. ഇതിൻ്റെ പിന്നിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചിട്ടുണ്ട് എന്നുള്ള വസ്തുത നമ്മൾ വിശ്വസിക്കുന്നില്ല എങ്കിൽ അത് വളരെ അപലകരമായ ഒരു കാര്യം തന്നെയാണ്. യോഹന്നാൻ്റെ സുവിശേഷം 2-ാം അധ്യായത്തിന് 22 അതിൻ്റെ യോഹന്നാൻ്റെ സുവിശേഷം 2-ാം അധ്യായത്തിൻ്റെ 13 തൊട്ട് 23 വരെയുള്ള വാക്യങ്ങൾ ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഈ സത്യം നമ്മൾ വിശ്വസിക്കേണ്ട ആവശ്യം. നമുക്കറിയാം യോഹന്നാൻ്റെ സുവിശേഷം 2-ാം അധ്യായം. അവിടെ യേശു ക്രിസ്തു ആദ്യമായിട്ട് തൻ്റെ ശുശ്രൂഷയിൽ ഒരു അത്ഭുതം കാണിക്കുകയാണ്. കാനായിലെ കല്യാണത്തിൽ, ആ വിവാഹത്തിൽ അവിടെ വെള്ളം വീഞ്ഞാക്കി. അതാണ് ആദ്യമായിട്ട് കർത്താവായ യേശു ക്രിസ്തു ചെയ്ത ആദ്യത്തെ അത്ഭുതമായിട്ട് തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. കർത്താവിൻ്റെ പരശുശുശ്രൂഷയുടെ ആരംഭത്തിൽ കാനായിൽ വിവാഹവേളയിൽ വെള്ളം വീഞ്ഞാക്കി ആദ്യത്തെ അത്ഭുതം ചെയ്തു. അതാണ് ഇതിൻ്റെ ഒന്നാമത്തെ പശ്ചാത്തലം. അതിനുശേഷം യേശു ദേവാലയം ശുദ്ധീകരിക്കുന്നു. അന്ന് യഹൂദന്മാർ രണ്ടാമതായി പണിത ശലോമോൻ്റെ കൊട്ടാരം 586 BC അത് നശിക്കപ്പെട്ടു. കർത്താവ് അതിനെക്കുറിച്ച് പറഞ്ഞിരുന്നു, തിരുവചനത്തിൽ അതിനെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് സംഭവിച്ച കാര്യമാണ്. അതിനുശേഷം 516 BC നെഹമ്യാവും സെറുബാബേലും എല്ലാം തിരിച്ചു വന്ന് ഇസ്രായേലിൽ ദേവാലയവും അതിൻ്റെ മതിലും പണിതു. എന്നാൽ അത് പൂർത്തീകരിക്കപ്പെടുന്നത് വളരെ വിപുലമാക്കിയതും ഹെരോദിൻ്റെ കാലത്താണ്. അത് നമ്മുടെ ഈ പുതിയ നിയമ കാലഘട്ടത്തിലാണ്. നമ്മൾ AD BC എന്ന് പറയും, ബിഫോർ ക്രൈസ്റ്റ് AD, കർത്താവായ യേശു ക്രിസ്തു ആ കാലഘട്ടത്തിലാണ്. അതിനു മുമ്പ് ഉള്ള ആ കാലഘട്ടത്തിലാണ് ഇത് പണിത് പൂർത്തിയാക്കിയത്. ആ ദേവാലയം, അതിന് ദൈവാലയം എന്ന് പറയാം നമുക്ക് അല്പം പ്രയാസമുണ്ട്. കാരണം അവിടെ ദൈവ തേജസ്, ഈ ഷക്കീന ഗ്ലോറി എന്ന് പറയുന്ന ദൈവ തേജസ് അതിനകത്തില്ലായിരുന്നു. അവിടെ കർത്താവിൻ്റെ ശുശ്രൂഷ കാലത്ത് കർത്താവ് തന്നെ പറഞ്ഞ കാര്യങ്ങളാണ്. എൻ്റെ പിതാവിൻ്റെ ഭവനം നിങ്ങൾ കച്ചവടത്തിനുള്ള സ്ഥലമായി മാറ്റിയിരിക്കുകയാണ്. അതാണ് എൻ്റെ പശ്ചാത്തലം. അനന്തരം അവനും അവൻ്റെ അമ്മയും സഹോദരന്മാരും ശിഷ്യന്മാരും കഫർനഹൂമിലേക്ക് പോയി. അവിടെ ഏറെ നാൾ പാർത്തില്ല. യഹൂദന്മാരുടെ പെസഹ സമയമാകൊണ്ട് യേശു യെരൂശലേമിലേക്ക് പോയി. ദേവാലയത്തിൽ കാള, ആട്, പ്രാവ് എന്നിവയെ വിൽക്കുന്നവരെയും
അവിടെ ഇരിക്കുന്ന പൊൻ വാണിഭക്കാരെയും കണ്ടിട്ട് കയറ് കൊണ്ടൊരു ചമ്മട്ടി ഉണ്ടാക്കി ആടുമാടുകളോടും കൂടെ എല്ലാവരെയും ദേവാലയത്തിൽ നിന്ന് പുറത്താക്കി. പൊൻ വാണിഭക്കാരുടെ നാണ്യം തൂക്കിക്കളഞ്ഞു, മേശകളെ മറിച്ചിട്ടു. പ്രാവുകളെ വിൽക്കുന്നവരോടും ഇത് ഇവിടെ നിന്ന് കൊണ്ടുപോകുവിൻ, എൻ്റെ പിതാവിൻ്റെ ആലയം വാണിഭശാല ആക്കരുത് എന്ന് പറഞ്ഞു. തുടർന്ന് നമ്മൾ ദൈവവചനം വായിക്കുമ്പോൾ ഇത് ചരിത്ര വസ്തുതയാണ്. ദൈവം തൻ്റെ ഈ പ്രപഞ്ചത്തിൽ ചെയ്ത തൻ്റെ പുത്രനെ സംബന്ധിച്ച് ചരിത്രം ഇവിടെ പറയുകയാണ്. ഇത് വാസ്തവമാണ്, സത്യമാണ്, വസ്തുതയാണത്. അതിൻ്റെ 19-ാം വാക്യത്തിൽ അതിൻ്റെ വാണിഭശാലാക്കരുത്. അപ്പോൾ അവിടെ ശിഷ്യന്മാർ നിൻ്റെ ആലയത്തെക്കുറിച്ചുള്ള എരിവ് എന്നെ തിന്നുകളയുന്നു എന്ന് എഴുതിയിരിക്കുന്നത് ഓർത്തു. കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ പരസ്യശുശ്രൂഷയുടെ കാലത്ത് ഇങ്ങനെ സംഭവിക്കുമെന്ന് പ്രവാചകൻ മുന്നമേ എഴുതിയിട്ടുണ്ട്. അത് ശിഷ്യന്മാർ ഓർത്തു. എന്നാൽ തുടർന്ന് എന്നാൽ എൻ്റെ 18-ാം വാക്യം, എന്നാൽ യഹൂദന്മാർ അവനോട് നിനക്ക് ഇങ്ങനെ ചെയ്യാൻ എന്നതിന് നീ എന്ത് അടയാളം കാണിച്ചു തരും എന്ന് ചോദിച്ചു. 19-ാം വാക്യത്തിൽ യേശു അവരോട്, ഈ മന്ദിരം പൊളിപ്പിൻ, ഞാൻ 3 ദിവസത്തിനകം അതിനെയും പണിയും എന്ന് ഉത്തരം പറഞ്ഞു. 20-ാം വാക്യം, യഹൂദന്മാർ അവനോട്, ഈ മന്ദിരം 46 സംവത്സരം കൊണ്ട് പണിതിരിക്കുന്നു, നീ 3 ദിവസത്തിനകം അതിന് പണിയുമോ എന്ന് ചോദിച്ചു. 21-ാം വാക്യം, യോഹന്നാൻ്റെ സുവിശേഷം 2-ാം അധ്യായത്തിന് 21-ാം വാക്യം. നിങ്ങളിത് വായിച്ചു നോക്കിയാൽ നിങ്ങൾക്കിത് ഞാൻ മനസ്സിലാക്കിയതുപോലെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇത് വളരെ വ്യക്തമായിട്ട് എഴുതിയിരിക്കുന്ന കാര്യങ്ങളാണ്. അവനോ, എൻ്റെ 21-ാം വാക്യം, അവനോ തൻ്റെ ശരീരം എന്ന മന്ദിരത്തെക്കുറിച്ചത്തെ പറഞ്ഞത്. അവൻ ഇത് പറഞ്ഞ് എന്ന് അവൻ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ ശേഷം ശിഷ്യന്മാർ ഓർത്തു. ഈ ചരിത്ര യാഥാർത്ഥ്യങ്ങൾ അവർ കണ്ടതും കേട്ടതും ആയ ആ ചരിത്ര വസ്തുതകൾ അവർ ഓർത്തു, തിരുവചനത്തിൽ ഓർത്തു. എന്നിട്ട് അവർക്ക് എന്തുണ്ടായി? അവിടെ എഴുതിയിരിക്കുന്നത് തിരുവെഴുത്തും യേശു പറഞ്ഞ വചനവും വിശ്വസിച്ചു. അതുകൊണ്ട് നമ്മൾ ദൈവത്തെ വിശ്വസിക്കുക, ദൈവവചനത്തെ വിശ്വസിക്കുക എന്നുള്ളത് പരമപ്രധാനമായ കാര്യം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, പല കാര്യങ്ങൾ ഒത്തുചേരുമ്പോഴാണ് സത്യം എന്ത്. ദൈവം സത്യമാണ്, ദൈവവചനം സത്യമാണ്, ഇത് ചരിത്ര വസ്തുതയാണ്, നടന്ന കാര്യങ്ങളാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. 13 മുതൽ 22 വാക്യങ്ങൾ, തിരുവെഴുത്തും യേശു പറഞ്ഞ വചനവും ശിഷ്യന്മാർ വിശ്വസിച്ചു. ആ ശിഷ്യന്മാരാണ് അപ്പസ്തോലന്മാരായി പരിശുദ്ധാത്മ നിറഞ്ഞവരായി സുവിശേഷം പറഞ്ഞത്. ആ സുവിശേഷമാണ് നാം ഇന്ന് കേട്ട് വീണ്ടും ജനിച്ച് നമ്മൾ നിത്യജീവനുള്ളവരായി തീരുന്നത്. അല്ല, ജന്മനാലല്ല. ആരെങ്കിലും വെള്ളം നമ്മൾ ഒരു ശിശുവായിരിക്കുമ്പോൾ തെളിച്ചതുകൊണ്ട് അവന് വീണ്ടും ജനനം സാധിക്കുന്നില്ല. അത് മനുഷ്യർ ചെയ്യുന്നതാണ്, ദൈവം ചെയ്യുന്നതല്ല. അങ്ങനെ നമ്മൾ പറഞ്ഞു വരുന്നത് പല കാര്യങ്ങൾ ഒത്തുചേരുമ്പോഴാണ് വസ്തുതകൾ തെളിവാകുന്നത്. ഒന്നാമതായി സത്യം, രണ്ടാമതായി തിരുവെഴുത്ത്. ദൈവം സത്യമാണ്, ദൈവവചനം സത്യമാണ്. മൂന്നാമതായി യേശു ക്രിസ്തു ആരെന്ന വസ്തുത. അപ്പോൾ തിരുവചനം ഇല്ലാതെ, അത് സത്യമല്ല എങ്കിൽ ഈ യേശു ക്രിസ്തുവിനെക്കുറിച്ച്, ദൈവം തൻ്റെ പുത്രനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളും അവൻ്റെ ശുശ്രൂഷ, ജനനം, ശുശ്രൂഷ, മരണം, അടക്കം, പുനരുത്ഥാനം, സ്വർഗാരോഹണം, പിതാവിൻ്റെ വലത്തുഭാഗത്ത് ഇരിക്കുന്നതെല്ലാം അത് സത്യം അല്ല എങ്കിൽ നമ്മുടെ ജീവിതം, ഞാനീ ചെയ്യുന്ന പ്രവൃത്തികളോ നിങ്ങൾ ബൈബിൾ വായിക്കുന്നവരാണെങ്കിൽ ഇതൊന്നും ഒരു ഗുണമായി തീരത്തില്ല. സത്യമാണ് എന്നുള്ളതാണ് വാസ്തവമായിട്ടുള്ള കാര്യം. അതുകൊണ്ട് യേശു ക്രിസ്തു ആരെന്ന വസ്തുത വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. യേശു ക്രിസ്തുവിനെക്കുറിച്ച് നമ്മൾ വായിക്കുമ്പോൾ നമ്മുടെ വിഷയം വീണ്ടും ജനനമാണ്. അതിൽ യേശു ക്രിസ്തുവിൻ്റെ മരണവും പുനരുദ്ധാനം എത്രയും പ്രധാനപ്പെട്ടതാണ് എന്നുള്ളത് ഞാൻ നിങ്ങളെ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ വീണ്ടും ജനിക്കുക എന്ന് പറഞ്ഞൊരു ആത്മീയമായ ശുശ്രൂഷയാണ്. കാറ്റ് എവിടെ നിന്ന് വരുന്നു, കാറ്റ് എങ്ങോട്ട് നമുക്കറിയത്തില്ല. അതുപോലെയാണ് ആത്മാവിനാൽ വീണ്ടും ജനിക്കുന്നവൻ. നമ്മുടെ ജഡപ്രകാരമുള്ള നമ്മുടെ ജനനം തന്നെ നമ്മുടെ സ്വന്തം ഇഷ്ടത്താലല്ലോ.
അതുകൊണ്ട് ഇത് ദൈവത്തിൻ്റെ ഇഷ്ടത്താൽ ദൈവം ചെയ്യുന്ന, പരിശുദ്ധാത്മാവ് ചെയ്യുന്ന ഒരു പ്രവർത്തനമാണ്. അതിൽ പിതാവിൻ്റെ കാര്യവും പരിശുദ്ധാത്മാവിൻ്റെ കാര്യവും പുത്രൻ്റെ കാര്യവും ചേർന്ന് വസ്തുതകൾ ശരിയാകുമ്പോഴാണ് നാം വീണ്ടും ജനിച്ച് നിത്യജീവനുള്ളവരായിത്തീരുന്നത്. കർത്താവിനെക്കുറിച്ച് 3-ാം അധ്യായത്തിൽ പറയുമ്പോൾ ക്രിസ്തു മുകളിൽ നിന്നുള്ളവൻ, 3-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യം. 3-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യത്തിൽ യേശു ക്രിസ്തു മരിച്ചു. 20-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യം, അതിൽ യേശു ക്രിസ്തു പുനരുദ്ധാനം ചെയ്തു. അങ്ങനെ മുകളിൽ നിന്ന് ജനിക്കുന്നവൻ എന്നതാണ് വീണ്ടും ജനനം. ആ മുകളിൽ നിന്ന് വന്നവൻ യേശു ക്രിസ്തു മാത്രമേ ഉള്ളൂ. മനുഷ്യാവതാരം ചെയ്ത ദൈവപുത്രൻ അത് യേശു ക്രിസ്തു മാത്രമാണ്. യഹൂദന്മാരുടെ മശീഹയാണ്. നസറത്തിലെ ദാവീദിൻ്റെയും ആദാമിൻ്റെയും അബ്രഹാമിൻ്റെ മകനായിട്ട് ദാവീദ് കുലത്തിൽ ജനിച്ചവൻ, അവൻ മാത്രമാണ് സ്വർഗത്തിൽ നിന്ന് വന്നത്. കർത്താവിന് പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ വായിച്ചതാണത് ഈ 3-ാം അധ്യായത്തിൽ. അപ്പം ഇത് സത്യമാണ് എന്ന് നമ്മൾ വിശ്വസിക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. അതുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തു മുകളിൽ നിന്ന് വന്നവനാണ്. മുകളിൽ നിന്ന് ജനിക്കുന്നതാണ് വീണ്ടും ജനനം. യേശു ക്രിസ്തുവിൽ ജനിക്കുന്നതാണ് വീണ്ടും ജനനം. അപ്പോൾ യേശു ക്രിസ്തുവിനെ മാറ്റി നിർത്തി ആരെങ്കിലും വീണ്ടും ജനിച്ചു എന്ന് പറഞ്ഞാൽ അത് അസത്യമാണ്. കാരണം ദൈവവചനം പറയുന്നത് അപ്രകാരം മാത്രമാണ്. പരിശുദ്ധാത്മാവ് വീണ്ടും ജനനം പ്രാവർത്തികമാക്കുന്നു. അതെങ്ങനെയാണെന്നുള്ളതാണ് വിഷയം. നിക്കോദെമോസ് ചോദിച്ചു, ഇതെങ്ങനെ സംഭവിക്കും? ഒരു വ്യക്തി വീണ്ടും ജനിക്കുന്നത് എങ്ങനെ? വീണ്ടും അമ്മയുടെ ഉദരത്തിൽ ജനിച്ച് രണ്ടാമതുള്ള ജനനമാണോ? അല്ല, ഇത് മുകളിൽ നിന്നുള്ള ജനനമാണ്. ഫ്രം എബവ്. അത് സ്വർഗീയമാണ്. അത് സ്വർഗത്തിൽ നിന്ന് വന്ന കർത്താവിൽ മാത്രമാണ് സാധ്യമാകുന്നത്. അത് പ്രാവർത്തികമാക്കുന്നത് പരിശുദ്ധാത്മാവാണ് എന്ന് നമുക്ക് ഈ ഭാഗങ്ങളിൽ നിന്ന് വായിക്കാം. യോഹന്നാൻ 3:14-15 നമ്മൾ വായിക്കുമ്പോൾ, മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ തന്നിൽ വിശ്വസിക്കുന്നവന് നിത്യജീവൻ ഉണ്ടാകേണ്ടതിന് മനുഷ്യപുത്രനും ഉയർത്തപ്പെടേണ്ടിയിരിക്കുന്നു. തന്നിൽ വിശ്വസിക്കുന്നവന് നിത്യജീവൻ ഉണ്ടാകേണ്ടതിന് മനുഷ്യപുത്രനും ഉയർത്തപ്പെടേണ്ടിയിരിക്കുന്നു. ഇത് ഞാൻ വായിച്ചത് POC ബൈബിളിലെ പരിഭാഷയാണ്. ഈ പരിഭാഷ നിങ്ങൾ ആ ബൈബിൾ തർജ്ജിമ നിങ്ങൾ വായിക്കുന്നുവെങ്കിൽ സത്യവേദപുസ്തകത്തിലെ പരിഭാഷയും ഒന്ന് നിങ്ങൾ ശ്രദ്ധിച്ചാലും, കാരണം ഓരോ സഭകളും അവരുടെ ഇഷ്ടപ്രകാരം അവരുടെ ആടുകളെ അതിൽ നിലനിർത്താൻ തക്കണം എങ്ങനെയൊക്കെയാണ് അവരുടെ പരിഭാഷകൾ മുന്നോട്ട് പോകുന്നതെന്നുള്ളത് നിങ്ങൾ തന്നെ വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് അത് മനസ്സിലാക്കും കഴിയും. സത്യവേദപുസ്തകത്തിലെ 3-ാം അധ്യായത്തിൻ്റെ യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായം അതിൻ്റെ 14-15 വാക്യങ്ങൾ. ഇവിടെ എഴുതിയിരിക്കുന്നത് യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യത്തിൽ, മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെയും ഉയർത്തേണ്ടതാകുന്നു. 15-ാം വാക്യം, അവനിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് തന്നെ. ഇത് ഉറപ്പായിട്ടുള്ള കാര്യമായിട്ടാണ് തർജ്ജമ ചെയ്തിരിക്കുന്നത്. അത് ഇംഗ്ലീഷിൽ വായിച്ചാലും അത് ഗ്രീക്ക് ഭാഷയിൽ വായിച്ചാലും അത് ഉറപ്പായിട്ടുള്ള കാര്യം. അവനിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ പ്രാപിക്കേണ്ടതിനാണ്. പറഞ്ഞു തുടങ്ങിയത് നിങ്ങൾ വീണ്ടും ജനിക്കണമെന്നാണ്. അത് മുകളിൽ നിന്നുള്ള പരിശുദ്ധാത്മാവ് ചെയ്യുന്നൊരു പ്രവൃത്തിയായിട്ടാണ് കർത്താവ് നിക്കോദെമോസിനോട് പറഞ്ഞത്. അത് പ്രാവർത്തികമാക്കാൻ എന്ത് ചെയ്യണം? ഈ ഉയർത്തപ്പെട്ട കർത്താവിൽ നാം വിശ്വസിക്കേണ്ടത് ആവശ്യമാണ്. അതിന് ഉദാഹരണമായിട്ട് എടുത്തിരിക്കുന്നത് സംഖ്യാപുസ്തകം, പഴയ നിയമത്തിലെ ആദ്യത്തെ 5 പുസ്തകം ഒരു പുസ്തകമാണ് സംഖ്യാപുസ്തകം. അതിന് 21-ാം അധ്യായത്തിൽ ഇത് ഇസ്രായേൽ ജനത്തിൻ്റെ മധ്യത്തിൽ നടന്ന ഒരു സംഭവമായിട്ട് തന്നെയാണ് അത് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. സംഖ്യാപുസ്തകം അതിൻ്റെ 21-ാം അധ്യായം അതിൻ്റെ 4 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ. പിന്നെ അവർ ഏദോം ദേശത്തെ ചുറ്റിപ്പോകുവാൻ ഹോർ പർവ്വതത്തിൽ നിന്ന് ചങ്കട് വഴിയായി യാത്ര പുറപ്പെട്ട് വഴി നിമിത്തം ജനത്തിൻ്റെ മനസ്സ് ക്ഷീണിച്ചു. നമുക്കറിയാം 400 വർഷത്തെ അടിമവേലയ്ക്ക് ശേഷം
ദൈവം മോശയുടെ നേതൃത്വത്തിൽ ഇസ്രായേൽ ജനത്തെ ഒരു രാഷ്ട്രമാക്കി പെസഹ കുഞ്ഞാടിൻ്റെ രക്തത്തിൻ്റെ മറവിൽ അവരെ വീണ്ടെടുത്ത് ചെങ്കടൽ കടത്തി സീനായി പർവ്വതത്തിൽ വെച്ച് മോശയ്ക്ക് നിയമം കൊടുത്ത് 10 കൽപ്പനകൾ കൊടുത്ത് അവരെ കാനാൻ ദേശിക്ക് മുന്നോട്ട് കൊണ്ടുപോയി. അതാണ് ഈ ചരിത്ര യാഥാർത്ഥ്യം. ആ സമയത്ത് ഇവിടെ എഴുതിയിരിക്കുന്നത് അവർ വഴി നിമിത്തം, ഈ ഇസ്രായേൽ ജനം വഴി നിമിത്തം ജനത്തിൻ്റെ മനസ്സ് ക്ഷീണിച്ചു. ജനം ദൈവത്തിനും മോശയ്ക്കും വിരോധമായി സംസാരിച്ചു. മരുഭൂമിയിൽ മരിക്കേണ്ടതിന്, അവർ പറഞ്ഞ വിഷയമാണ് എഴുതിയിരിക്കുന്നത്. മരുഭൂമിയിൽ മരിക്കേണ്ടതിന് നിങ്ങൾ ഞങ്ങളെ മിസ്രയീം ദേശത്തു നിന്ന് കൊണ്ടുവന്നത് എന്തിന്? ഇവിടെ അപ്പവുമില്ല വെള്ളവുമില്ല, ഈ സാരമില്ലാത്ത ആഹാരം ഞങ്ങൾക്ക് വെറുപ്പാകുന്നു എന്ന് പറഞ്ഞു. അവർക്ക് ദൈവം കൊടുത്ത ഭക്ഷണം നമുക്കറിയാമല്ലോ, മന്ന കൊടുത്തത് അവരെ പോഷിപ്പിച്ചതാണ്. അത് സ്വർഗീയ ഭക്ഷണം എന്നൊക്കെയാണ് ബൈബിൾ പറയുന്നത്. അവർ പറയും ഇത് സാരമില്ലാത്ത ആഹാരം ഞങ്ങൾക്ക് വെറുപ്പാകുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ യഹോവ ജനത്തിൻ്റെ ഇടയിൽ അഗ്നിസർപ്പങ്ങളെ അയച്ചു. അവൻ ജനത്തെ ഈ അഗ്നിസർപ്പങ്ങൾ ജനത്തെ കടിച്ചു. ഇസ്രായേൽ വളരെ ജനം മരിച്ചു. എന്നിട്ട് ആകയാൽ ജനം മോശയോട് അടുക്കൽ വന്ന്, ഞങ്ങൾ യഹോവയ്ക്കും നിനക്കും വിരോധമായി സംസാരിച്ചതിനാൽ പാപം ചെയ്തിരിക്കുന്നു. സർപ്പങ്ങളെ ഞങ്ങളുടെ ഇടയിൽ നീക്കിക്കളവാൻ യഹോവയോട് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. മോശ ജനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. യഹോവ മോശയ്ക്ക് ഒരു അഗ്നിസർപ്പത്തെ ഉണ്ടാക്കി കൊടിമരത്തിന്മേൽ തൂക്കുക. കടിയേൽക്കുന്നവൻ ആരെങ്കിലും അതിനെ നോക്കിയാൽ ജീവിക്കും എന്ന് പറഞ്ഞു. ഈ ഒരു കാര്യമാണ് ഉദ്ധരിച്ചുകൊണ്ട് കർത്താവായ യേശുക്രിസ്തു തന്നെ പറഞ്ഞ കാര്യമാണ്. മനുഷ്യപുത്രൻ ഇതുപോലെ ഉയർത്തപ്പെടണം, അവനിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ ഉണ്ടാകേണ്ടതിന് തന്നെ. ഈ പരിഭാഷകളെല്ലാം നാം വായിക്കുമ്പോൾ ഒരു കാര്യം നിങ്ങളെ ഓർപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നാമധേയ സഭകളുടെ കാര്യം വളരെ ശോചനീയമാണ്. കാരണം നമ്മൾ ഇവിടെ ദൈവത്തിൻ്റെ വചനം പറയുന്ന ഈ ദൈവിക സത്യങ്ങൾക്ക് യാതൊരു വിലയുമില്ലാത്ത നാമധേയ ക്രൈസ്തവ ലോകമാണ്. ഏകദേശം 150ഓളം കോടി. ഇപ്പോൾ ഗ്രീക്ക് ഓർത്തഡോക്സ് സഭ, ഈസ്റ്റേൺ ഓർത്തഡോക്സ് സഭ, അതുപോലെ റോമൻ കത്തോലിക്ക്, ഇത് രണ്ടും കൂടി ചേർത്താൽ ഏകദേശം 150 കോടിയോളം പരം, ഏകദേശം ഒരു കണക്കാണ് ജനങ്ങളുണ്ട്. ഇവർ ദൈവത്തിനോ ദൈവവചനത്തിനോ യാതൊരു പ്രാധാന്യം കൊടുക്കുന്നവരല്ല. അതിനോട് കൂട്ടിച്ചേർത്ത് അവരുടെ കാര്യങ്ങൾ നിലനിർത്തുന്ന സഭകളാണ്. പാരമ്പര്യവും അധികാരവും നിലനിർത്താൻ ദൈവവചനം കൂട്ടിക്കളയുകയാണ്. ആയതിനാൽ നാം എന്ത് ചെയ്യണം? എന്നെ കേൾക്കുന്നവർ, നിങ്ങൾ ദൈവത്തിങ്കിലേക്കും ദൈവത്തിൻ്റെ വചനത്തിലേക്കും ഈ സത്യത്തിലേക്കും നിങ്ങൾ കടന്ന് സത്യമോ എന്ന് പരിശോധിച്ച് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ നടത്തുന്നതനുസരിച്ച് നിങ്ങൾ വിശ്വസിക്കുക ചെയ്യാം. വിശ്വസിച്ചാൽ നിങ്ങൾ വീണ്ടും ജനിക്കും, നിങ്ങൾ നിത്യജീവനുള്ളവരായിത്തീരും. നിങ്ങൾ വിശ്വസിച്ചില്ല എങ്കിൽ, അതും ദൈവത്തിൻ്റെ സത്യത്തിലും ദൈവവചനത്തിലെ സത്യത്തിലും വിശ്വസിക്കുന്നില്ല എങ്കിൽ, കർത്താവ് യേശുക്രിസ്തുവിൻ്റെ കാൽവരി മരണത്തിലും വിശ്വസിക്കുന്നില്ല, പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണയിൽ അത് വിശ്വാസമായി ഭാവിക്കുന്നില്ല എങ്കിൽ, നാമധേയ ക്രൈസ്തവരെ പോലെ നിങ്ങളും അത് നമ്മൾ ശോചനീയമായ അവസ്ഥയിലേക്ക് പോകേണ്ടി വരും. ആയതിനാൽ ദൈവത്തിങ്കിലേക്കും ദൈവവചനത്തിലേക്കും തിരിഞ്ഞ് യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് മുകളിൽ നിന്ന് ജനിക്കുവാൻ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു. തിരുവചനം വായിച്ച് വസ്തുതകൾ ബോധ്യമാക്കുക. ദൈവം നമ്മ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിച്ച് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. സ്വർഗ്ഗസ്ഥ പിതാവേ, കേൾപ്പിച്ച വചനത്തിനായി നന്ദി പറയുന്നു. ദൈവത്തിങ്കിലേക്ക് തിരിയാനും ദൈവവചനം വിശ്വസിക്കാനും സഹായിക്കണമേ. അനുഗ്രഹത്തോടെ പറഞ്ഞയക്കണമേ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ആമേൻ. നിങ്ങൾ കേട്ടതിന് നന്ദി. ദൈവം അനുവദിച്ചാൽ അടുത്ത ആഴ്ച കാണാം, കേൾക്കാം.